ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കിയെടുക്കെങ്കിലും ഇത് അതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇനി ഇതാ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മത്തിയൊക്കെ നല്ലപോലെ വൃത്തിയായി കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വരഞ്ഞും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതവിടെ നിൽക്കട്ടെ, നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം തന്നെ ഈ ഒരു സൈസ് വലുപ്പത്തിൽ വരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിതാ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെപ്പർ ഹോളില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുമിൻ സീഡും കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെറിയ ജീരകമാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയും അതുപോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ ഈ ഒരു ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പേസ്റ്റിൽ നിന്നും ഒരു 2 ടീസ്പൂൺ മാത്രമേ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് എരിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ചിട്ടൊക്കെ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫിഷിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. ഫിഷിൻ്റെ ഉൾഭാഗത്തും അതുപോലെ തന്നെ പുറത്തൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ തീരെ ടൈമില്ലാത്തത് കൊണ്ട് നമ്മൾ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇതുപോലെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ ഫിഷ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഞാനിതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറും കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നിയത് കൊണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളി നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക. നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉള്ളിയുടെ കളറ് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആയി കിട്ടും കേട്ടോ. എന്ന് കരുതിയിട്ട് വഴറ്റിയെടുക്കാതിരിക്കരുത്. ഇതുപോലെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. എന്നാലേ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം.
തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു നാരങ്ങയുടെ സൈസ് വലുപ്പത്തിൽ വരുന്ന പുളിയുടെ വെള്ളമില്ലേ, അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് നല്ല പോലെ ഇതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മുടെ മീൻ പൊള്ളിച്ചത് വാഴയിലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വാഴയില നല്ലപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ വാട്ടിയെടുക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ട് ഇതുപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ പിന്നെ പൊട്ടിപ്പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുപോലെ വാഴയില വാട്ടിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പാം ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് എളുപ്പമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മസാലയില്ലേ അത് വാഴയിലയുടെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നില്ല, പകുതി മസാല മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഫിഷ് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മുകളിലായിട്ട് ബാക്കിയുള്ള മസാലയും കൂടിയും വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയൊക്കെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു കുഞ്ഞ് കപ്പിൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു 3-4 തക്കാളിയും അതുപോലെ തന്നെ നടുകെ കീറിയിട്ടുള്ള ഒരു 3 പച്ചമുളകും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഇനിയിപ്പം സംഭവം കഴിഞ്ഞ് കാര്യമായിട്ട് വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. നമുക്കിതൊന്ന് ചുട്ടെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് നല്ലപോലെ ഹീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു പൊതിയില്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗവും ഇതുപോലെ നന്നായിട്ട് തന്നെ ചുട്ടെടുക്കുക. പിന്നെ അറിയാലോ, ഇതിൻ്റെ ഒരു ഭാഗം 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ പൊള്ളിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ വശവും ഇതുപോലെ തന്നെ പൊള്ളിച്ചെടുക്കണം. പിന്നെ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഗ്രേവിയൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അത്രയും ടേസ്റ്റാണ്. നമുക്കിത് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ അങ്ങനെ ഏത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനും സൂപ്പർ കോമ്പിനേഷനാണ്. പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാട്ടോ, അതും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല റെസിപ്പീസോ അല്ലെങ്കിൽ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.